എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരുപോലെ ഇഷ്ടമാണ്. എന്നാൽ ഇതിനകത്ത് കൂടുതലും ഈ നെയ്യും പഞ്ചസാരയും ഒക്കെ ഒരുപാട് കൂടുതലായിട്ട് ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു 40 വയസ്സ് കഴിഞ്ഞവർക്ക് കഴിക്കാൻ സൂക്ഷിക്കണം. എന്നാലും അല്ലേ, എന്നാലും കുഴപ്പമില്ല. ഈ കൊളസ്ട്രോളും ഈ ഷുഗറും ഒക്കെ ഉള്ള ആൾക്കാർക്ക് സൂക്ഷിച്ച് കഴിക്കണം. കാരണം അതുപോലെ നെയ്യും പഞ്ചസാരയൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ശരി, ഇത് നല്ല ഉരുണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ ഈ സ്പീഡിൽ കഴിഞ്ഞ് കരിയാതിരിക്കണം അല്ലേ? ലാസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം, നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ മൊത്തം കരിഞ്ഞു. അപ്പോൾ ശ്രദ്ധ വേണം. ഇപ്പോൾ തീ നന്നായിട്ട് വളരെ കുറച്ച് ചെയ്യണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദേ മാറിപ്പോകും അല്ലേ? നെയ്യ് ഇത് ഇരിക്കുന്ന ഒഴിക്കണോ കുറച്ചുകൂടെ? അത് കുറച്ച് ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യ് വെക്കാം, കാരണം അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ട്. ഏലക്ക പൊടിച്ചത് വെറുതെ ചേർത്താൽ മതിയോ? അത് ആവശ്യമില്ല, എന്നാലും നമുക്കൊന്ന് കുറച്ച് ചേർത്തേക്കാം. ഏലക്ക പൊടിച്ചത് കുറച്ച് 2 നുള്ളി ഏലക്ക. അത് ഏലക്ക ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട അല്ലേ? അത് ഒക്കെ കുറുകി നല്ല ഇപ്പം നല്ല പരിവായി. നമുക്കൊരു പാത്രം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് പകർത്തുമ്പോൾ ആ പാത്രത്തിൻ്റെ സൈഡിലും താഴെയൊക്കെ നെയ്യ് പുരട്ടണം, അല്ലെങ്കിൽ അത് അടിയിൽ കട്ടിയായിട്ട് പറ്റി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് നെയ്യ് തേക്കണം. ഇപ്പോൾ ഇത് ഏകദേശം 7 കപ്പ് റെഡിയായി. അങ്ങനെ നമ്മുടെ 7 കപ്പ് റെഡിയായി കഴിഞ്ഞു. ഇത് പൂർണ്ണമായ ഒരു സ്വീറ്റ് ഡിഷാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. പക്ഷേ എന്നാലും പ്രമേഹമുള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും ഒക്കെ ഒന്ന് സൂക്ഷിക്കണം, കാരണം അതിനകത്ത് ഒരുപാട് നെയ്യും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിത് വീട്ടിൽ പരീക്ഷിക്കണം, കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണം.